ഉറുമ്പും പുൽച്ചാടിയും. വേനൽക്കാലമായിരുന്നു. സൂര്യൻ തിളങ്ങി നിന്നു. പാടങ്ങളെല്ലാം നിറയെ ഭക്ഷണമായിരുന്നു. ഒരു പുൽച്ചാടി വിട്ടുകിളി മരം ചുവട്ടിൽ വിശ്രമിച്ച് പാട്ടുപാടി കളിച്ചും രസിച്ചും നടക്കുകയായിരുന്നു. അതേസമയം ഒരു ഉറുമ്പ് ഒരു ധാന്യമണി തന്റെ കൂട്ടിലേക്ക് കഷ്ടപ്പെട്ട് വലിച്ചു കൊണ്ടുപോകുന്നത് പുൽച്ചാടി കണ്ടു. പുൽച്ചാടി ഉറുമ്പിനോട് ചോദിച്ചു, ഹേ ഉറുമ്പേ, എന്തിനാണിങ്ങനെ കഷ്ടപ്പെടുന്നത്? ഈ നല്ല കാലാവസ്ഥയിൽ കുറച്ച് വിശ്രമിച്ചൂടെ? വന്ന് എൻ്റെ കൂടെ കളിക്കൂ, പാട്ടുപാടൂ. ഉറുമ്പ് തലയുയർത്തി പറഞ്ഞു, ഇല്ല, ഇപ്പോൾ കളിക്കാൻ സമയമില്ല. ഞാൻ മഞ്ഞുകാലത്തേക്ക് ഭക്ഷണം ശേഖരിക്കുകയാണ്. നീയും ഇപ്പോൾ തന്നെ ഭക്ഷണം ശേഖരിക്കുന്നത് നന്നായിരിക്കും, അല്ലെങ്കിൽ മഞ്ഞുകാലത്ത് പട്ടിണി കിടക്കേണ്ടി വരും. പുൽച്ചാടി ചിരിച്ചു തള്ളി. മഞ്ഞുകാലത്തെക്കുറിച്ച് എന്തിനു വിഷമിക്കണം? ഇപ്പോൾ നമുക്കിഷ്ടം പോലെ ഭക്ഷണമുണ്ടല്ലോ. ഞാൻ എൻ്റെ പാട്ടും കളിയും തുടരുകയാണ്. ഉറുമ്പ് പുൽച്ചാടിയുടെ വാക്കുകൾ ചെവിക്കൊണ്ടില്ല. അത് തൻ്റെ പ്രയത്നം തുടർന്നു. വേനൽ മുഴുവനും വിശ്രമമില്ലാതെ ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ച് കൂട്ടിൽ നിറച്ചു. പുൽച്ചാടിയാകട്ടെ വേനലും മഴക്കാലവും പാടിക്കളിച്ചു തീർത്തു. കാലം കടന്നുപോയി. മഞ്ഞുകാലമെത്തി. തണുപ്പ് കാരണം പുറത്ത് ഒരിടത്തും ഒരു തരി ഭക്ഷണം പോലും കിട്ടാനില്ലാതായി. പുൽച്ചാടിക്ക് വിശന്നു തുടങ്ങി. അത് തണുപ്പിൽ വിറച്ചു. വിശപ്പും തണുപ്പും സഹിക്കവയ്യാതെ പുൽച്ചാടി ഉറുമ്പിൻ്റെ വീടിനടുത്തെത്തി. അകത്ത് ഉറുമ്പും അതിൻ്റെ കുടുംബവും സുരക്ഷിതരായി തങ്ങൾ ശേഖരിച്ച ഭക്ഷണം ആസ്വദിച്ചു കഴിക്കുന്നത് പുൽച്ചാടി കണ്ടു. പുൽച്ചാടി വാതിൽക്കൽ മുട്ടി വിളിച്ചു. ഉറുമ്പ് വാതിൽ തുറന്നപ്പോൾ വിശന്നു തളർന്ന പുൽച്ചാടിയെ കണ്ടു. വിശക്കുന്നു എൻ്റെ കൂട്ടുകാരാ, എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും തരാമോ? പുൽച്ചാടി യാചിച്ചു. ഉറുമ്പ് ചോദിച്ചു, വേനൽക്കാലത്ത് നീ എന്താണ് ചെയ്തിരുന്നത്? അപ്പോൾ പാട്ടുപാടി കൊളിക്കുകയായിരുന്നല്ലോ. ഇപ്പോൾ എന്തുകൊണ്ട് പാടുന്നില്ല? പുൽച്ചാടി ലജ്ജയോടെ തലകുനിച്ചു. ഉറുമ്പ് പറഞ്ഞു, വേനലിൽ കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ് ഞങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. എന്നാൽ നീ അന്ന് കളിച്ച് സമയം കളഞ്ഞതിൻ്റെ ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നത്. എങ്കിലും ദയ തോന്നിയ ഉറുമ്പ് പുൽച്ചാടിക്ക് കുറച്ച് ഭക്ഷണം നൽകി. അന്ന് ആ പുൽച്ചാടി ഒരു വലിയ പാഠം പഠിച്ചു. ഗുണപാഠം: നാളത്തെ ആവശ്യങ്ങൾക്കായി ഇന്ന് പ്രയത്നിക്കുക. ഭാവിയിലേക്കുള്ള കരുതൽ പ്രധാനമാണ്.